ഹലോ, അസ്സലാമു അലൈക്കും. ഞാനിന്നൊരു ജ്യൂസി ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. 2 കിലോ ചിക്കനാണിത്. കുറച്ച് വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്തെടുത്തതാണ്. ഇനി ഒരു 10 വറ്റൽമുളക് എടുത്തിട്ട് മിക്സീൻ്റെ ചെറിയ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇനി മിക്സിൻ്റെ ചെറിയ ജാറിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിന് മസാല തേക്കാനുള്ളതാണ്. കറിവേപ്പ് കുറച്ചേ ഉള്ളൂ, അതുകൊണ്ടാണ് കറിവേപ്പില കുറച്ചിട്ടത്. ഇനി കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. ഇനി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. 2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. ഇനി 3 ടേബിൾ സ്പൂണ് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. 1/4 കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കുക. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഇനി നല്ലതുപോലെ അരച്ചെടുക്കുക. മസാല തേക്കാനുള്ളതാണത്. ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. പത്തിരിപ്പൊടിയാണിത്. ഇനി ആ അരച്ച് വെച്ച മിക്സ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ക്രഷ് ചെയ്ത മുളകും അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്യാം. കൈ കൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റ് അത്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടമാവും. ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പോരെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി അതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് പൊരിക്കാൻ അധികം എണ്ണയൊന്നും വേണ്ട. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അടച്ച് വെച്ച് അതിൽ വെച്ച് വേവിച്ചാൽ മതി. നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക. ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഫ്രിഡ്ജിൽ വെക്കുക. ഓവർനൈറ്റ് വെച്ചാലും മതി. എന്നാൽ നല്ലതുപോലെ എരിവും പുളിയൊക്കെ പിടിക്കുകയും വരെ. അല്ലെങ്കിൽ 2 മണിക്കൂർ എന്നെങ്കിലും തേച്ച് വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇനി അടുപ്പ് കത്തിച്ചൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി ചിക്കൻ അതിലേക്ക് നിരത്തി കൊടുക്കുക. നല്ല ടേസ്റ്റ്. അതെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. തിരിച്ചിട്ട് കൊടുക്കുക. ഇനി അടച്ച് വെച്ച്
വേവിക്കാം. ഇത് ചെറിയ തീയിൽ വെച്ച് വേവിക്കണം. ചട്ടി ചൂടായാൽ പിന്നെ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം വേവിക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി ചിക്കൻ വേവ് പാകമായി. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ജ്യൂസിയായ ചിക്കന്, നല്ല ടേസ്റ്റ്, അത് നല്ല സോഫ്റ്റാണ്. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാ ചിക്കനും ഇതേപോലെ വേവിച്ചെടുക്കുക. സർവിങ് ഡിഷിലേക്ക് മാറ്റുക. എല്ലാവരും എൻ്റെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.